ഹായ്. അപ്പോൾ ഇന്നെന്താണ് മൈൻഡ്ഫുൾനെസ് ധ്യാനം എന്ന് പറയാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ മൈൻഡ്ഫുൾനെസ് ധ്യാനം എന്താണെന്ന് പലർക്കും വലിയ കൺഫ്യൂഷൻ ഉണ്ട്. സത്യമായി ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അത് വളരെ സിമ്പിളായി ഏറ്റവും വേഗത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാൻ ഞാൻ ശ്രമിക്കാം. അതായത് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും, ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് മൈൻഡ്ഫുൾനെസ് ധ്യാനം എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അത് അത്രയത്തോളം സിമ്പിളാണത്. അത് നമുക്കൊരു അരമണിക്കൂർ എടുത്ത് നമ്മുടെ ശ്വാസം എടുക്കുന്ന സമയത്ത് ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിയിലും ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. വെരി സിമ്പിളാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ സംസാരിക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അത് മൈൻഡ്ഫുൾനെസ് ധ്യാനമായി കഴിഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റി, നിങ്ങളൊരു കട്ടൻ ചായ കുടിക്കുമ്പോൾ ഞാൻ ഈ കട്ടൻ ചായ കുടിക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് കുടിച്ചാൽ അത് മൈൻഡ്ഫുൾനെസ് ധ്യാനമായി കഴിഞ്ഞു. നമുക്കത് ആദ്യം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങളൊരു കട്ടൻ ചായ കുടിക്കുമ്പോൾ ഞാൻ ഈ കട്ടൻ ചായ കുടിക്കുകയാണെന്ന് വേണമെങ്കിൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാം, ഒരു തുടക്കത്തിന് വേണ്ടി മാത്രം. പക്ഷെ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? പിന്നീട് അത് പറയാതെ തന്നെ, വാക്കുകൾ എപ്പോഴും പരിധിയുള്ളൊരു വസ്തുവാണ്. അപ്പോൾ ആ പരിധി ഇല്ലാതെ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ അതിലേക്ക് നമുക്ക് ആ ഒരു അനുഭവത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റൂ. അതുകൊണ്ട് അതിനുശേഷം നിങ്ങൾ സ്വസ്ഥമായ ഒരു കട്ടൻ ചായ കുടിക്കുമ്പോൾ അത് ഞാൻ കട്ടൻ ചായ കുടിക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുക, മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യുക എന്ന് പറയും. അതായത് നമ്മൾ പലപ്പോഴും ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കായാണ് ചെയ്യുന്നത്. നിങ്ങൾ ഡെയിലി നടക്കാറുള്ളൊരു വ്യക്തിയായിരിക്കുമല്ലോ. ഒരുപാടൊന്നും നടന്നില്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയെങ്കിലും നടക്കുന്നുണ്ടാവാം. നമ്മൾ ആദ്യം കുട്ടിക്കാലത്ത് നടന്ന് പഠിക്കുന്ന കാലത്ത് നമ്മൾ വളരെ അവെയറോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടിയാണ് നടന്നിരുന്നത്. നമ്മൾ വലുതായപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ആ ശ്രദ്ധയൊക്കെ നഷ്ടപ്പെട്ടു പോയി. നമ്മളിപ്പോൾ നടക്കുമ്പോൾ ഈ ശ്രദ്ധയെ പറ്റിയൊന്നും നമ്മൾ വറീഡ് ആവാറില്ല. നമ്മുടെ നടത്തം എന്നോ യാന്ത്രികമായി പോയി, വളരെ ഓട്ടോമാറ്റിക്കായി പോയി. പക്ഷേ ഇന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ട്, ഞാൻ നടക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട്, അത് ഫീൽ ചെയ്തുകൊണ്ട് ആ നടന്നു നോക്കിയാണ്, ആ നടത്തത്തിൽ തന്നെ വലിയ വ്യത്യാസം ഉണ്ടാവും. ആ നടത്തത്തിനൊരു ഭംഗി ഉണ്ടാവും. അതാണ് ഈ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. കാരണം ശുദ്ധമായ ബോധം അല്ലെങ്കിൽ പ്യുവർ അവെയർനെസ് എപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മളതിലാണ് ഇരിക്കുന്നത്, നമ്മളത് അറിയുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിയിലേക്കും നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ അവെയർനെസ് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ ശുദ്ധമായ ബോധവുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവെയർനെസ്സോടുകൂടി, അതായത് ശ്രദ്ധയോടുകൂടി, അറിവോടുകൂടി എന്ത് ചെയ്താലും അത് വളരെ ഭംഗിയുള്ളൊരു ആക്ടിവിറ്റി ആയിട്ട് മാറും. അത് എന്ത് ചെയ്താലും 24 മണിക്കൂർ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എത്രത്തോളം ആക്ടിവിറ്റികൾ കൂടുതൽ അവെയറോടുകൂടി ചെയ്യുന്നു, അത്രത്തോളം ഓട്ടോമാറ്റിക് ബിഹേവിയർ, ഇമ്പൾസീവ് ബിഹേവിയർ, നിങ്ങൾ ഓൾറെഡി പെട്ട് കിടക്കുന്ന ചിന്തയുടെ പാറ്റേണുകൾ, ഇതിൽ നിന്നെല്ലാം വെളിയിൽ വരാൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിയും വളരെ കോൺഷ്യസായി, വളരെ അവെയർനെസ്സോട് കൂടി ചെയ്യുക എന്ന് പറയും. ഒരു ചായ കുടിക്കുമ്പോൾ ഞാൻ ഈ ചായ കുടിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് കുടിച്ചാൽ ഈ ചായ കുടിക്കുക എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഒരു മഹത്തായ ധ്യാനമായിട്ട് മാറും. നിങ്ങൾ ശുദ്ധ ബോധത്തിലാണ് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. നോക്കൂ, നമ്മൾ രാവിലെ പല്ല് തേക്കുന്നത് മുതൽ കുളിക്കുന്നത് മുതൽ എന്ത് ആക്ടിവിറ്റി നമുക്കിങ്ങനെ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഏത് ആക്ടിവിറ്റിയാണോ നമ്മൾ മൈൻഡ്ഫുള്ളായി നമ്മൾ ബോധത്തോടു കൂടി ചെയ്യുന്നത്, ആ ആക്ടിവിറ്റിയുടെ ഭംഗി എന്ന് പറയുന്നത് ആർക്കും അളക്കാൻ പറ്റാത്ത തലത്തിൽ അത്രയും മഹത്തായ ഈ പ്രപഞ്ചത്തിൻ്റെ താളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആക്ടിവിറ്റിയായി മാറും. ഒരു ഡെയിലി സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വയ്ക്കുക, ആ സിഗരറ്റ് പാക്കറ്റിൽ നിന്ന് തുറക്കുന്ന സമയം മുതൽ തുറക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തുറന്ന് കോൺഷ്യസായി അവെയർനെസ്സോടുകൂടി അതിനുള്ളിൽ നിന്ന് സിഗരറ്റ് എടുത്ത് അത് പയ്യെ ചുണ്ടിലേക്ക് വെച്ച് നിങ്ങൾ ഈ ചെയ്യുന്ന ഓരോ മൂമെൻറ്റും അറിവോടുകൂടി, കോൺഷ്യസ്നെസ്സോടുകൂടി, ശ്രദ്ധയോടുകൂടി, നോക്കൂ, കോൺസെൻട്രേഷനെ പറ്റിയല്ല പറയുന്നത്, ഫോക്കസിങ്ങിനെ പറ്റിയല്ല പറയുന്നത്, ഒരു ശ്രദ്ധ, ഒരറിവ്, അതോടുകൂടി സിമ്പിളായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് ഒരു ഡിഫറൻറ്റ് ക്വാളിറ്റി വരും, ഒരു ഡിഫറൻറ്റ് ഡയമെൻഷൻ ഉണ്ടാവും. അതാണ് മഹത്തായ ബോധം, അവെയർനെസ്, പ്യുവർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതിലേക്ക് ലിങ്ക് ചെയ്യുന്ന മൊമെൻ്റാണ്. വളരെ അവെയറായി നടക്കുന്ന ഒരാളുടെ ചുറ്റും ഒരു ഓറ ഉണ്ടാവും എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരു ഭംഗി ഉണ്ടാവും. കാരണം ആ ഭംഗി അവർ ചെയ്യുന്ന ആ ഒരു അവെയർനെസ്സുമായിട്ട് നിൽക്കുന്ന ഒരു താതാത്മീകരണത്തിൽ നിന്നുണ്ടാവുന്നതാണ്. നോക്കൂ, എന്ത് ആക്ടിവിറ്റി, നിങ്ങളൊരു മദ്യപാനിക്ക് പോലും ഇത് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യം ഒരു അല്പനിമിഷം കഴിയുമ്പോൾ നമ്മുടെ ബോധത്തിന് ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ബോധം ഷെയ്ക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവെയർനെസ്സോടുകൂടി, ബോധത്തോടു കൂടി അത് കുടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് മദ്യം ഞാൻ ഒഴിവാക്കാൻ പറയുന്നത്.
സിഗരറ്റ് നമ്മുടെ ബോധം മറയ്ക്കാത്തൊരു വസ്തു ആയതിനാൽ ചിലപ്പോൾ നിങ്ങൾക്കത് ബോധത്തോടു കൂടി ചെയ്യാൻ സാധിക്കും. സിഗരറ്റ് വലിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്, ഉദാഹരണം പറയുന്നതാണ്. നമ്മൾ എന്ത് ആക്ടിവിറ്റിയും ക്വാളിറ്റിയോടുകൂടി ചെയ്താൽ, അവയർനെസ്സോട് കൂടി ചെയ്താൽ, നിങ്ങൾ ഈ ഓട്ടോമാറ്റിക് ബിഹേവിയറിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സഫറിങ്ങിൽ നിന്നൊരു വലിയ മാറ്റം അവിടെ സംഭവിക്കുകയാണ്. ആ മാറ്റം സംഭവിച്ചാൽ മാത്രം മതി, നിങ്ങളുടെ ജീവിതം തന്നെ എൻ്റയർലി മാറും. കാരണം നമ്മൾ പെട്ട് കിടക്കുന്ന ബിഹേവിയർ പാറ്റേൺ, നമ്മൾ പെട്ട് കിടക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ പാറ്റേൺ, നമ്മൾ പെട്ട് കിടക്കുന്ന ചിന്തയുടെ പാറ്റേണിൽ നിന്ന് പുറത്തു വരാൻ ഇത് മാത്രം മതി. മൈൻഡ്ഫുൾനെസ്സിനെ പറ്റി പറയുമ്പോൾ പലരും മനസ്സിലാക്കുന്ന ഒരു തെറ്റായ ഒരു ധാരണയുണ്ട്. അതും കൂടി പറയുമ്പോൾ ഇത് അവസാനിപ്പിക്കാൻ സാധിക്കും. കാരണം അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തത വരും. കാര്യം വളരെ സിമ്പിളാണ്. മൈൻഡ്ഫുള്ളോടുകൂടി ഒരു ആക്ടിവിറ്റി ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ആക്ടിവിറ്റി ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്നല്ല പറയുന്നത്. ആ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഞാൻ അതാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ആദ്യം നമ്മളൊരു തുടക്കക്കാരന് ആദ്യം ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. അതൊരു നല്ല സ്റ്റാർട്ടാണ്. ഇറ്റ് വിൽ ഓൾവേസ് ഗെറ്റ് യു കണക്റ്റഡ് വിത്ത് ദ ആക്ടിവിറ്റി ആൻഡ് യുവർ മൈൻഡ്. സോ ഡെഫിനറ്റ്ലി അങ്ങനെ തുടങ്ങാം, ഒരു കുഴപ്പവുമില്ല. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റി നോക്കൂ, എനിക്ക് ഈ കൈ ഇങ്ങനെ വെറുതെ ആക്കാൻ പറ്റും, അതുപോലെ തന്നെ ഞാൻ അറിഞ്ഞുകൊണ്ട് എനിക്ക് ഈ കൈ ഇങ്ങനെ ആക്കാൻ പറ്റും. അവിടെയാണ് ആ ക്വാളിറ്റി ഓഫ് അവയർനെസ് സംഭവിക്കുന്നത്. ക്വാളിറ്റി ഓഫ് അവയർനെസ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിക്കും മഹത്തായൊരു ഭംഗി ഉണ്ടാവുന്നത്. ആ ഭംഗി മാത്രമല്ല, നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ അൾട്ടർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഓരോ ആക്ടിവിറ്റിയും മൈൻഡ്ഫുള്ളായി ചെയ്യുമ്പോൾ, പ്രസൻ്റായി ചെയ്യുമ്പോൾ, അവെയറായി ചെയ്യുമ്പോൾ, കോൺഷ്യസ് ആയി ചെയ്യുമ്പോൾ ആ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ കീപ്പ് ഓൺ പ്രാക്ടീസിങ് ഇറ്റ്, കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ്. നമ്മൾ ഒരു നിമിഷം അവെയറായി ഒരു കാര്യം ചെയ്യുമ്പോൾ, കോൺഷ്യസ് ആയ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശ്രദ്ധ മാറി വേറെ കാര്യങ്ങളിലേക്കൊക്കെ പോകും. ചിലപ്പോൾ നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പോകും. ഒരു പ്രശ്നവുമില്ല. എപ്പോഴാണോ നമ്മുടെ ശ്രദ്ധ മാറി നമ്മൾ കോൺഷ്യസ് ആവുന്നില്ല എന്നറിയുന്നത്, ആ നിമിഷത്തിൽ നമ്മൾ തിരിച്ചു വന്നത് ചെയ്താൽ മതി, വീണ്ടും കോൺഷ്യസ് ആയാൽ മതി. അല്ലാതെ അയ്യോ ഞാൻ ഈ പാതയിൽ നിന്ന് മാറിപ്പോയല്ലോ, അയ്യോ എൻ്റെ അവയർനെസ് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് ചിന്തിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ അപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ നമ്മൾ അവെയർ ആവുന്നില്ല. സോ വി ഹാവ് ടു ബി അവെയർ. നമ്മൾ അവെയറായി തന്നെ ഇരിക്കുക, നമ്മൾ കോൺഷ്യസ് ആയിരിക്കുക, നമ്മുടെ ശ്രദ്ധയോട് കൂടിയിരിക്കുക, നമ്മൾ ബോധത്തോടു കൂടിയിരിക്കുക. ഒരു നിമിഷം നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു അവസ്ഥ വരും. ആ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏതൊരു ആക്ടിവിറ്റി ചെയ്യുന്നതും ബോധത്തോടു കൂടി, അവെയർനെസ്സോടു കൂടി സ്വാഭാവികതയിൽ സംഭവിക്കും. ആ ഒരു സ്വാഭാവികത വരുന്നത് വരെയും നമ്മൾ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിക്കും ഈ അവെയർനെസ്സിൻ്റെ ക്വാളിറ്റി കൊണ്ടുവരുന്നത് ഒരു മഹത്തായ കാര്യമാണ്. അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ പ്രാക്ടീസാണത്. ജീവിതത്തിലെ അല്ലെങ്കിൽ ഡെയിലി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയിലും ഇത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയിൽ ഇത് ചെയ്താൽ മതി. അത് ചിലപ്പോൾ ചായ കുടിക്കുന്നതിലായിരിക്കാം, ചിലപ്പോൾ ഊണ് കഴിക്കുന്നതിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ വായിക്കുന്നതിലായിരിക്കാം, നിങ്ങൾ വായിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് വായിക്കാം, ചിലപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കോൺഷ്യസ് ആയി എഴുതുന്നതായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ എന്തോ ആവട്ടെ, നിങ്ങൾ കുളിക്കുന്നതാവാം, നിങ്ങൾ ബൈക്ക് ഓടിക്കുന്നതാവാം. ബൈക്ക് ഓടിക്കുക എന്ന് പറയുന്നൊരു മഹത്തായ ഒരു കോൺഷ്യസ്നെസ് പ്രാക്ടീസ് ആണെന്ന് പറയും. ബൈക്ക് ഓടിക്കാതെ ഡ്രൈവിങ്, അത് ബൈക്ക് തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു മൈൻഡിനെ പ്രസൻറ്റ് മൂവ്മെൻറ്റിൽ നിൽക്കാൻ കുറച്ചും കൂടി സഹായിക്കും. കാരണം പെട്ടെന്ന് നമ്മുടെ ചുറ്റുപാടുകൾ മാറുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇതുവരെ പോയിട്ടില്ലാത്ത വഴികളിലൂടെ പോയാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു പുതിയ പ്രസൻറ്റ് മൂവ്മെൻറ്റിലേക്ക് നമ്മുടെ മൈൻഡ് വരാൻ നമ്മുടെ ഒരു ബോഡി തന്നെ നമ്മുടെ പ്രൊജക്റ്റ് ചെയ്യും. കാരണം ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു അലേർട്ട്നെസ് നമ്മുടെ ഉള്ളിലുണ്ടാവും. ആ ഒരു അലേർട്ട്നെസ് ഇപ്പോഴത്തെ നിമിഷത്തിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ശ്രദ്ധ കൊണ്ടുവരാൻ സാധിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അവെയറായി കോൺഷ്യസ് ആയി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഏത് ആക്ടിവിറ്റിയാണോ കോൺഷ്യസ് ആയി ചെയ്യുന്നത് ആ ആക്ടിവിറ്റിക്ക് ഒരു ഭയങ്കര ഭംഗിയുണ്ടാവും. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി എടുക്കുക, ആ ആക്ടിവിറ്റി മാത്രം നിങ്ങൾ കോൺഷ്യസ് ആയി ചെയ്യുക. നിങ്ങൾ ബാക്കി ഒരു ആക്ടിവിറ്റി കോൺഷ്യസ് ആയി ചെയ്യേണ്ട, ആ ഒരു ആക്ടിവിറ്റി മാത്രം കോൺഷ്യസ് ആയി മൈൻഡ്ഫുള്ളായി ചെയ്യുക. നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി ഏതാണോ ആ ആക്ടിവിറ്റിക്ക് നിങ്ങൾ മറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റികളെക്കാളും ഒരു മഹത്തായ ക്വാളിറ്റി നിങ്ങളുടെ ലൈഫിലുണ്ടാവും. അത് നിങ്ങൾക്ക് നേരിട്ട് കൺമുമ്പിൽ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുള്ള ഒരു കാര്യം മാത്രം നിങ്ങൾ കോൺഷ്യസ് ആയി ചെയ്യുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ കോൺഷ്യസ് ആയി ചെയ്യുന്ന ആക്ടിവിറ്റി ഏതാണെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതിനൊരു ക്വാളിറ്റി ഓഫ് അവെയർനെസ് ഉണ്ടാവും, അതിന് പ്രകൃതിയുടെ ഒരു താതാത്മ്യീകരണം ഉണ്ടാവും. ഓക്കെ, ഞാൻ സിമ്പിളായി പറയാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.